ഹലോ എവരിവൺ, വെൽക്കം ടു പൾപിറ്റ്. ഞാൻ ശ്രീകുട്ടൻ, PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ്. ഓൾറെഡി നമ്മുടെ പൾപിറ്റിന്റെ ചാനലിൽ 2 ദിവസം മുമ്പായിട്ടൊരു ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ലൈവ് വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് എപ്പോഴത്തേക്കൊരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ പല രീതിയിൽ എൻക്വയറി നടത്തിയിട്ടുണ്ട്. എന്നായിരിക്കും നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത, എന്നായിരിക്കും നോട്ടിഫിക്കേഷൻ വരാൻ. അപ്പൊ അറിയാലോ, ഓൾറെഡി PSCയുടെ ഇതൊരു റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ മാസമാണ് കൂടുതലും നോട്ടിഫിക്കേഷൻസ് വരാറുള്ളത്. ഇപ്പൊ HSSCയുടെ പോലും ഡിസംബറിലായിരുന്നല്ലോ നോട്ടിഫിക്കേഷൻ വന്നത്. സോ ഇനിയിപ്പോ ഡിസംബറിലേക്ക് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. നിലവിലുള്ള ലിസ്റ്റ് എക്സ്പയർഡ് ആവുകയും ചെയ്യും. ഇപ്പൊ ഇനി ഒരു പുതിയ ലിസ്റ്റിനായിട്ട് ഒരു പുതിയ എക്സാം നടത്തേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോ ഇനി ഒരു എക്സാം ഞാനിപ്പോ സംസാരിക്കുന്ന മെയ് മാസത്തിലാണ്. അപ്പൊ അടുത്ത വർഷം ഒരു മെയ് മാസം ആകുമ്പോഴേക്കും ഒരു എക്സാം വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷ വെക്കാം. ആസ് ഓഫ് നൗ പ്രതീക്ഷ വെക്കാം. ഡിസംബറോടുകൂടി ഇത് നോട്ടിഫൈ ചെയ്യും, ഈ പരീക്ഷയെ കുറിച്ച് നോട്ടിഫൈ ചെയ്യും. ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം എക്സാം നടക്കും എന്നൊരു പ്രതീക്ഷയിൽ നമുക്ക് നിൽക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു വർഷത്തിനപ്പുറം, ഒരു 300-365 ദിവസത്തിനപ്പുറത്തേക്ക് ഒരു എക്സാം നമുക്കുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം? എന്തുകൊണ്ട് പൾപിറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യണം? ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യാനിരിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ക്രാക്കിംഗ് ദ കോഡ്. അതായത് മറ്റുള്ള ആൾക്കാർ പരീക്ഷയെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ ഈ പരീക്ഷയുടെ കോഡ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം, എന്താണ് ഈ പരീക്ഷയിൽ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, ആദ്യമേ 1-2 ജനറൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. തൗസൻഡ്സ് സ്റ്റഡി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, വെരി ഫ്യൂ സ്റ്റഡി ദ PSC സൈക്കോളജി. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു പരീക്ഷ എഴുതാൻ നിങ്ങൾക്കൊപ്പം ആയിരക്കണക്കിന് ആൾക്കാർ വേറെ ഉണ്ടാവും. അറിയാലോ, ഇപ്പൊ ഇതിനു മുമ്പുള്ള ഒരു എക്സാം വന്ന 2020 ആ ഒരു സമയത്താണ്. അന്ന് തന്നെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇരട്ടി ആൾക്കാരായിരിക്കും ഇത്തവണ എഴുതാൻ സാധ്യത, അറിയാലോ. അപ്പൊ ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കഴിഞ്ഞ തവണയാണെങ്കിൽ പോലും അറിയാമല്ലോ, ഒരുപാട് ആൾക്കാർ ലിറ്ററേച്ചർ പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വാസ്റ്റ് ആയിട്ട് എല്ലാവരും, ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട്. പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ PSC സൈക്കോളജി മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതുവരെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട മറ്റ് മത്സര പരീക്ഷകൾ എടുത്തു നോക്കുക. അതിപ്പോ നെറ്റ് ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, കേറ്ററ്റ് ആയിക്കോട്ടെ, അതുപോലെ ഒന്നുമല്ല ഈ പരീക്ഷ. ഇത് പ്യൂർലി ഡിസ്ക്രിപ്റ്റീവ് ആണെന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, ഇതിലെ ചില പാറ്റേൺ ഒക്കെ ഉണ്ട്, ഞാൻ പറയാം. അപ്പോൾ ദാറ്റ് ഇസ് വൈ തൗസൻഡ്സ് റിമെയിൻ ആസ്പിറൻസ് ആൻഡ് വെരി ഫ്യൂ ബിക്കം റാങ്ക് ഹോൾഡേഴ്സ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ PSC സൈക്കോളജി മനസ്സിലാക്കുന്നത്. ഈ PSC സൈക്കോളജി മനസ്സിലാക്കി വേണം നിങ്ങൾ ഈ പരീക്ഷ അപ്രോച്ച് ചെയ്യാൻ. അപ്പൊ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ മാത്രം റാങ്ക് ഹോൾഡേഴ്സ് ആവുകയും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ആസ്പിറൻസ് ആയിട്ട് മാത്രം നിലനിൽക്കുകയും ചെയ്തു. ഓക്കെ, മോസ്റ്റ് ആസ്പിറൻസ് കളക്ട് PDFs ബട്ട് റാങ്ക് ഹോൾഡേഴ്സ് കളക്ട് പാറ്റേൺസ്. ശ്രദ്ധിച്ചു, ഇതും കുറച്ച് ജനറൽ ആയ കാര്യങ്ങളാണ്. അതായത് ഒരു റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുൻപിൽ വരുന്ന, ഇപ്പൊ ആദ്യത്തെ 25 അല്ല ആദ്യത്തെ 50 വരുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്തായിരിക്കും? മറ്റുള്ള ആൾക്കാരെല്ലാം തന്നെ കഴിയുന്നത്ര സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പഠിക്കുമ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് കളക്ട് ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും പാറ്റേൺസ്. ഇപ്പൊ PSC പരീക്ഷകളുടെ ഒരു പാറ്റേൺ, ആ പാറ്റേൺ ആണ് മനസ്സിലാക്കുന്നത്. PSC is not asking who read the most, it asked who revised the smartest. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. PSC പരീക്ഷയിൽ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത്. ഇതല്ല ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ആരാണ് ഏറ്റവും നല്ലപോലെ സ്മാർട്ടായിട്ട് റിവൈസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളവർക്കാണ് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ സാധ്യതയുള്ളത്. യു ഡോണ്ട് നീഡ് 10 years ഓഫ് പ്രിപ്പറേഷൻ. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഇതാണ് പ്രധാനമായിട്ടും. പേഴ്സണലി വർഷങ്ങളുടെ പ്രിപ്പറേഷൻ അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് കൃത്യമായ ഡയറക്ഷനാണ്. ഓക്കെ, എങ്ങനെ ആ റാങ്ക് ലിസ്റ്റിന്റെ മുൻപിലെത്താം, ആ ഡയറക്ഷൻ ആണ് വേണ്ടത്. അല്ലാതെ ഇപ്പോ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി 3 വർഷം മുമ്പ് ഒരാൾ പ്രിപ്പറേഷൻ തുടങ്ങി എന്നത് ഡസന്റ് മാറ്റർ. നിങ്ങളിത് ഇന്ന് തുടങ്ങിയാലും കൃത്യമായ ഡിറക്ഷൻ ഉണ്ടെങ്കിൽ മുന്നിലെത്താൻ സാധിക്കും. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റാങ്ക് 1 നേടിയ ആളും മറ്റ് ഫെയിലിയേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇസ് ഓഫൻ 20 റിപ്പീറ്റഡ് ടോപ്പിക്സ്. മനസ്സിലല്ല? അതായത് ഇവിടെയും പറയുന്നത് പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ജനറലായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. സോ എവറി ഇയർ ആസ്പിറൻസ് സേ ദ സെയിം തിങ്. മിക്ക വർഷങ്ങളിലും എപ്പോഴൊക്കെ ഈ പരീക്ഷ വന്നാലും എല്ലാവരും പറയുന്നതാണ്, ക്വസ്റ്റ്യൻസ് വെയർ അൺഎക്സ്പെക്ടഡ്. തീർത്തും അപ്രതീക്ഷിതമായ ചോദ്യങ്ങളായിരുന്നു. അത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചോദ്യങ്ങൾ വളരെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അല്ല, പിന്നെന്തായിരുന്നു? their preparation was directionless.
അത് കൃത്യമായ ഒരു ദിശാബോധമില്ലാതെ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു പ്രസ്താവന പറയുന്നത്. ചോദ്യങ്ങൾ അൺഎക്സ്പെക്ടഡ് ആണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പലപ്പോഴും അത് എക്സ്പെക്ടഡ് തന്നെയാണ്. അത് എങ്ങനെയെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. സോ ഇനി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, എന്തുകൊണ്ട് ആൾക്കാർ തോറ്റുപോകുന്നു ഈ പരീക്ഷയ്ക്ക്, മീൻസ് പിന്നിലായി പോകുന്നു, അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കൂടുതലും ഈ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ദേ റീഡ് റാൻഡംലി. ഒരുപാട് ടെക്സ്റ്റുകൾ ഉണ്ട്, അതെല്ലാം ഇങ്ങനെ റാൻഡം ആയിട്ട് വായിക്കുന്നുണ്ട്. പാറ്റേൺസ് അവർ ഇഗ്നോർ ചെയ്യുന്നു. സ്ട്രാറ്റജിക്കൽ റിവിഷൻ നടത്തുന്നില്ല. ദേ കൺഫ്യൂസ് അക്കാഡമിക് റീഡിംഗ് വിത്ത് PSC പ്രിപ്പറേഷൻ. മനസ്സിലായി? അപ്പൊ അക്കാഡമിക് റീഡിംഗ് എന്താണ്, PSC പ്രിപ്പറേഷൻ എന്താണ്, ഇത് രണ്ടും അവർ കൺഫ്യൂസ് ചെയ്യിക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ട്, വൈ ദേ ഫെയിൽ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ആൾക്കാർ മാത്രമാണ് റാങ്ക് ഹോൾഡേഴ്സ് ആവുന്നത്, ഒത്തിരി ആൾക്കാർ ആസ്പിറൻസ് ആയിട്ട് മാത്രം നിൽക്കുന്നു. എന്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ പിന്നിലേക്ക് പോകുന്നു? കാരണം ദേ റീഡ് റാൻഡംലി. ഒരു കൃത്യമായ ഒരു ഡിറക്ഷൻ ഇല്ലാതെ എന്തൊക്കെയോ വായിച്ചു കൂട്ടുന്നു, പാറ്റേൺസ് ഇഗ്നോർ ചെയ്യുന്നു, സ്ട്രാറ്റജിക് റിവിഷൻ ഒഴിവാക്കുന്നു. സോ മനസ്സിലാക്കുക, ഹാർഡ് വർക്ക് വിത്തൗട്ട് ഡിറക്ഷൻ ബിക്കംസ് അക്കാഡമിക് എക്സോഷൻ. പ്രത്യേകിച്ച് ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഹാർഡ് വർക്ക് വേണം, ഉറപ്പായിട്ടും ഹാർഡ് വർക്ക് വേണം. സോ ഹാർഡ് വർക്ക് വിത്തൗട്ട് ഡിറക്ഷൻ. എന്നാൽ കൃത്യമായ ഒരു ദിശാബോധം ഇല്ലാതെ നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അതിന് ഫലം ഉണ്ടാകും. മനസ്സിലായി? അതൊരു അക്കാഡമിക് എക്സോഷൻ ആകും. നിങ്ങൾ ക്ഷീണിക്കത്തേ ഉള്ളൂ. ദിവസം ഇങ്ങനെ ടെക്സ്റ്റുകൾ വായിച്ചു കൂട്ടി നിങ്ങൾക്ക് തന്നെ ക്ഷീണമാവും, നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. സോ ഒരു ഡിറക്ഷൻ വേണം, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ആദ്യം ദ ബിഗസ്റ്റ് മിത്ത് ഇൻ PSC പ്രിപ്പറേഷൻ. സോ ഈ PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഡിസ്ക്രിപ്റ്റീവ് എക്സാമുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ മിത്ത് ഇതാണ്. പല ആൾക്കാരും കുട്ടികളോട് പറയാറുള്ള കാര്യമാണ്, റീഡ് ഓർ ലേൺ എവരിത്തിങ്. എല്ലാം പഠിക്കുക, എല്ലാം വായിക്കുക. ഇതാണ് ഏറ്റവും വലിയ മിത്ത്. ഇത് സാധ്യമാണ്. ഇപ്പോ ഞാൻ ആയിരക്കണക്കിന് കുട്ടികളെ ഞാൻ നെറ്റ് പോലുള്ള എക്സാമുകൾക്ക് ട്രെയിൻ ചെയ്തിട്ടുണ്ട്, സെറ്റ് പോലുള്ള എക്സാമുകൾക്ക് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവരോട് എല്ലാവരോടും, ഇപ്പൊ എന്തിന് HSST ഇപ്പൊ പൾപ്പിറ്റിലായ പോലും 500 കണക്കിന് കുട്ടികളുണ്ട്. എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, എല്ലാവരും എന്നോട് ഒരു കൺസേൺ ആയിട്ട് ചോദിക്കും, സാർ ഇതൊന്നും പഠിച്ചു തീരുന്നില്ല, എത്രത്തോളം പഠിച്ചു തീരുന്നില്ല. പഠിച്ചെങ്ങനെ തീരും? ഹ്യൂമൻലി പോസിബിൾ ആണോ ഒരു വലിയ സിലബസ് പഠിച്ചു തീർക്കാൻ? അപ്പൊ നിങ്ങൾ ആദ്യമേ അത് മനസ്സിലാക്കും. ഞാൻ എല്ലാവരോടും പറയുന്നതായിരുന്നു, ഇപ്പൊ നെറ്റിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മുഴുവൻ സിലബസും കവർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. ഇപ്പൊ HSSTക്ക് നിങ്ങൾ പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം 140ഓളം ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്രയും ഉണ്ടെന്ന് എല്ലാം നല്ലതുപോലെ പഠിച്ച് റിവൈസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, സാധിക്കില്ല, ഇമ്പോസിബിൾ ആണ്. ഓക്കെ, സോ റിയാലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല. ഒരു റിയാലിറ്റി ചെക്ക് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാവരും പറയാറുണ്ട് റീഡ് ഓർ ലേൺ എവരിത്തിങ്, എല്ലാം പഠിച്ചേ പറ്റൂ, ഒന്നും ഇവിടെ എല്ലാം പഠിച്ചേ പറ്റൂ. അത് നടക്കില്ല. റിയാലിറ്റി എന്താണ്? ഇമ്പോസിബിൾ സിലബസ്. നിങ്ങൾക്കറിയാം, സിലബസ് തന്നെ ഇങ്ങനെ ഒരു വലിയ നെടുനീളം സിലബസ് ആണ്. മുഴുവൻ പഠിച്ചു തീർക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. ലിമിറ്റഡ് മെമ്മറി റിട്ടൻഷൻ അല്ലേ? ഇതൊക്കെ നമ്മുടെ ഒരു ചെറിയ പ്രശ്നമാണ്. ഇത്രയധികം കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്കൊരു 30 നോവൽ പഠിക്കുകയാണ്. 30 നോവലിലായിട്ട് ഒരു നോവലിൽ ഒരു 10 കഥാപാത്രങ്ങൾ എടുത്താൽ പോലും 300 കഥാപാത്രം. അപ്പൊ എല്ലാ കഥാപാത്രങ്ങളുടെ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. നമ്മുടെ മെമ്മറി റിട്ടൻഷൻ വളരെ ലിമിറ്റഡ് ആണ്. റിപ്പീറ്റഡ് കോൺസെപ്ച്വൽ സോൺസ് ആൻഡ് പ്രെഡിക്റ്റബിൾ ക്വസ്റ്റ്യൻ സൈക്കോളജി. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, എല്ലാം പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നടപ്പുള്ള കാര്യമാണ്. കാരണം സിലബസ് ഇങ്ങനെ വലുതാണ്, വാസ്റ്റ് ആണ്, നമ്മുടെ മെമ്മറി റിട്ടൻഷനും വളരെ ലിമിറ്റഡ് ആണ്. സോ PSC റിപ്പീറ്റ് പാറ്റേൺസ് മോർ ദാൻ ആസ്പിറൻസ് റിയലൈസ്. അപ്പൊ ഇത് മനസ്സിലാക്കുക, PSC എപ്പോഴും പാറ്റേൺസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്, പാറ്റേൺസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ പാറ്റേൺ മനസ്സിലാക്കുക. ഓക്കെ, സോ ദിസ് എക്സാം ഇസ് നോട്ട് വൺ ബൈ റീഡിംഗ് മോർ, ഇറ്റ് ഇസ് വൺ ബൈ റൈറ്റിംഗ് ബെറ്റർ. ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് മുൻപിൽ വരണമെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ആളായിട്ട് കാര്യമില്ല, ഏറ്റവും ബെറ്റർ ആയിട്ട് എഴുതുന്ന ആളായിരിക്കും. കാരണം ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയായിരിക്കും അല്ലെ? ഇപ്പൊ ഞാനും വേറെ എൻ്റെ ഒരു സുഹൃത്തും എഴുതുന്നു വിചാരിക്കും, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, അവനേക്കാൾ ഇരട്ടി കാര്യങ്ങൾ എനിക്ക് അറിയായിരിക്കും. പക്ഷേ അതാണോ എന്റെ വിജയം തീരുമാനിക്കുന്ന ക്രൈറ്റീരിയ? അല്ല. ആ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എത്രത്തോളം മെച്ചപ്പെട്ട രീതിയിൽ എനിക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നുള്ളൂ, അവതരിപ്പിക്കാൻ പറ്റുന്നു, അതനുസരിച്ചാണ് ഈ പരീക്ഷയിലെ വിജയം. സോ മനസ്സിലാക്കുക, എത്രത്തോളം വായിക്കൂ എന്നതിലല്ല, എത്രത്തോളം നിങ്ങൾ എഴുതുന്നുണ്ട് മെച്ചപ്പെട്ട രീതിയിൽ. സോ ദ ബിഗസ്റ്റ് മിസ്റ്റേക്ക് ആസ്പിറൻസ് മേക്ക്. അപ്പൊ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആസ്പിറൻസ് പലപ്പോഴും ചെയ്യാറുള്ള ഏറ്റവും വലിയ തെറ്റുകൾ എന്താണ്? ദേ പ്രിപ്പയർ ഫോർ നെറ്റ് ഒബ്ജക്റ്റീവ് എക്സാംസ്. ഇത് ഞാൻ കുറ്റം പറയില്ല കേട്ടോ വിദ്യാർത്ഥികളെ. കാരണം
എല്ലാ പരീക്ഷയും ഒബ്ജക്റ്റീവ് ടൈപ്പ് MCQs ഒക്കെ ആണല്ലോ നമുക്ക്. ഇപ്പോൾ നെറ്റ് ആവട്ടെ, സെറ്റ് ആവട്ടെ, കേറ്ററ്റ് ആവട്ടെ, HSST ആവട്ടെ, എല്ലാം ഈ ഒബ്ജക്റ്റീവ് MCQs ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വായനയും നമ്മുടെ പഠനമൊക്കെ ഏകദേശം അങ്ങനായി മാറി. ഫാക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറെ പോയിന്റുകൾ നമ്മൾ ഓർത്ത് വെക്കുക, കഴിയുന്നത്ര ഇൻഫർമേഷൻ നിങ്ങൾ മനസ്സിൽ വെക്കുക, അങ്ങനെയുള്ള തരത്തിലായി പോയി നമ്മുടെ പഠനം. അതാണ് കുഴപ്പം. പിന്നെ യൂണിവേഴ്സിറ്റി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. യൂട്യൂബ് കണ്ടന്റ് കൺസംഷൻ, ഇതാണ് എപ്പോഴും ആസ്പിറൻസ് ചെയ്യാറുള്ള തെറ്റുകൾ. അതായത് കഴിയുന്നത്ര യൂട്യൂബിൽ അവൈലബിൾ ആയ കുറേ ക്ലാസ്സുകൾ ഇങ്ങനെ കാണും. ഞാൻ പറഞ്ഞല്ലോ, ഹാർഡ് വർക്ക് വിത്തൗട്ട് ഡിറക്ഷൻ, ഒരു കൃത്യമായ ദിശാബോധമില്ലാതെ നിങ്ങൾ എത്രത്തോളം കണ്ടിട്ടും കാര്യമുണ്ടോ? ഇല്ല. സോ ഇവിടെ വേണ്ടത് നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പോലെ തയ്യാറെടുക്കുക അല്ല വേണ്ടത്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നത് പോലെ തയ്യാറെടുക്കുക അല്ല വേണ്ടത്, കുറെ യൂട്യൂബ് വീഡിയോസ് കൺസ്യൂം ചെയ്യുക അല്ല വേണ്ടത്. PSC ഡിമാൻഡ് ചെയ്ത് ഇത്രയും കാര്യങ്ങളാണ്: സ്ട്രക്ചേർഡ് തിങ്കിങ്, അക്കാഡമിക് ആർട്ടിക്കുലേഷൻ, ഫാസ്റ്റ് അനലിറ്റിക്കൽ റൈറ്റിംഗ്, സ്മാർട്ട് പ്രസന്റേഷൻ ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി ആൻസർ. ഇത്രയും കാര്യങ്ങൾക്കാണ് PSC റിവാർഡ് കൊടുക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ വളരെ സ്ട്രക്ചേർഡ് ആയിരിക്കണം. നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് നല്ല രീതിയിൽ അക്കാഡമിക് ആയിട്ട് നിങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫാസ്റ്റ് അനാലിറ്റിക്കൽ റൈറ്റിംഗ്, ദെൻ സ്മാർട്ട് പ്രസന്റേഷൻ, കൺസ്ട്രക്ട് ചെയ്ത കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം. മാത്രമല്ല ആൻസർ ഷുഡ് ബി ഇന്റർ ഡിസിപ്ലിനറി. നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ ഉത്തരങ്ങൾ ഈ പറയുന്ന പോലെ മീഡിയ സ്റ്റഡീസ് അല്ലെങ്കിൽ വിഷ്വൽ കൾച്ചർ, അങ്ങനെ പല കാര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ്, അതിനാണ് PSC മാർക്ക് തരുന്നത്. സോ ഇതാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. PSC ഡിമാൻഡ് ചെയ്യുന്നത്, PSC ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഉത്തരങ്ങളിൽ ഇതുണ്ടായിരിക്കണം, ഈ രീതിയിലായിരിക്കണം. മനസ്സിലാക്കുക. സോ ദ റിയാലിറ്റി ഓഫ് ഡിസ്ക്രിപ്റ്റീവ് PSC. ഇനി ഡിസ്ക്രിപ്റ്റീവ് ആയ എക്സാമിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കേട്ടോളൂ. ദിസ് ഇസ് നോട്ട് എ മെമ്മറി എക്സാം. ഇത് ഓർത്തു വെക്കുക. നിങ്ങളുടെ ഓർമ്മ പരിശോധിക്കുന്ന ഒരു പരീക്ഷയല്ല ഇത്. ഇപ്പൊ നെറ്റ് നിങ്ങളുടെ ഓർമ്മ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷയാണ്, അറിയാലോ. സെറ്റും ഒക്കെ അങ്ങനെ, HSST ഒക്കെ അങ്ങനെ തന്നെ. PSC ഇവിടെ വാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇന്റലക്ച്വൽ ഓർഗനൈസേഷൻ. ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എത്രത്തോളം സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് ആർഗ്യുമെന്റ് നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ തിയറീസ് നിങ്ങൾക്ക് എത്രത്തോളം മികച്ച രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഞാനത് 2 തവണ ഞാനത് സർക്കിൾ ചെയ്യാം. എന്തിനാന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ അക്കാഡമിക് വൊക്കാബുലറി, നിങ്ങളുടെ പദസമ്പത്ത് എത്രത്തോളം മെച്ചപ്പെട്ടതാണ്, നിങ്ങളുടെ ക്രിട്ടിക്കൽ ഫ്രെയിമിംഗ് എങ്ങനെയാണ്, നിങ്ങളുടെ റൈറ്റിംഗ് സ്പീഡ് അണ്ടർ പ്രഷർ. അറിയാലോ, ഇപ്പൊ നമുക്ക് ഒരു മണിക്കൂറിൽ ഒരു 2-3 എസ് എഴുതണമെങ്കിൽ നമ്മൾ ആ സമ്മർദ്ദത്തിൽ ആ ഒരു മണി 60 മിനിറ്റിൽ എത്രത്തോളം മികച്ചതായിട്ട് ഇത് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് PSC വാല്യുവേറ്റ് ചെയ്യുന്നത്. സോ മനസ്സിലാക്കേണ്ട, മെനി സ്റ്റുഡൻസ് നോ ദ ആൻസർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പരീക്ഷ എഴുതപ്പോൾ PSC എക്സാം എഴുതാൻ വരുന്ന, ഈ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം എഴുതാൻ വരുന്ന എല്ലാ ആൾക്കാരും നല്ലപോലെ പഠിച്ച് നോളജബിൾ ആയിട്ട് വരുന്ന ആൾക്കാരാണ്. ഒരാളും പഠിക്കാതെ അവർക്ക് നോളജ് കുറവായത് കൊണ്ടല്ല അവർ പിന്നിലോട്ടായി പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഉത്തരം അറിയാം, ബട്ട് വെരി ഫ്യൂ നോ ഹൗ ടു പ്രസന്റ് ദ ആൻസർ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഈ പരീക്ഷ എഴുതാൻ 1000 കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ ആ എക്സാം ഹാളിൽ ഇരിക്കുന്ന 1000 കുട്ടികളും നോളജബിൾ ആണെന്ന് മനസ്സിലാക്കുക. പക്ഷെ എന്തുകൊണ്ടായിരിക്കും കുറച്ച് ആൾക്കാർ പിന്നിലേക്ക് പോകാൻ കാരണം വളരെ കുറച്ചു പേർക്ക് ആ ഉത്തരം എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് അറിയത്തുള്ളൂ. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ ഇനി മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനി ഇതിന്റെ ആ കോഡ് ക്രാക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബാച്ച് 3 വരെയുള്ള നമ്മുടെ ബാച്ചസ് നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാച്ച് 4 നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബക്രീദിന്റെ ടൈം ആയതുകൊണ്ട് ഇന്നും നാളെ അടുത്ത 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓഫറോടുകൂടി, ഡിസ്കൗണ്ടോട് കൂടി തന്നെ നമുക്ക് കോഴ്സ് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പൊ ഈ പോസ്റ്റിൽ കാണുന്ന ജോർജ് കുട്ടിയെ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളൊക്കെ നേരത്തെ ചോദ്യങ്ങൾ മനസ്സിലാക്കാമെന്നല്ല, പാറ്റേൺ ഒക്കെ നേരത്തെ മനസ്സിലാക്കി അവരെ ഔട്ട്വിറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുകയാണ് ഞങ്ങളും ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി ദ PSC എക്സാമിനേഴ്സ് മൈൻഡ്. എന്താണ് നിങ്ങൾ എഴുതിയ ഉത്തരത്തിൽ നിന്ന് ഒരു PSC എക്സാമിനർ നോക്കുന്ന എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഡസ് ദ എക്സാമിനർ ആക്ച്വലി വാണ്ട്? ഇനി നിങ്ങളൊരു ഉത്തരം എഴുതുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എസ്സേ ഉണ്ട്, ഇപ്പൊ കഴിഞ്ഞോളം ചോദിച്ചാൽ മാക്സ് ഫ്ലെക്നോ എസ്സേ മോക്കെപ്പിക് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എക്സാമിനറിന് എന്താണ് വേണ്ടത് ശരിക്കും? അയാൾക്ക് വേണ്ടത് വിക്കിപീഡിയ ഉത്തരങ്ങളല്ല, നിങ്ങൾക്കറിയാവുന്ന ഇൻഫർമേഷൻ. ഇത് എപ്പോ എഴുതി, ഇത് ആരെഴുതി, ഏത് കോണ്ടെക്സ്റ്റിൽ എഴുതി, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്, ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ, അങ്ങനെ കുറെ ഇൻഫർമേഷൻ കൊണ്ടുവന്ന് അവിടെ ഡംപ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണൽ റൈറ്റിംഗ് അല്ല. ഇതൊന്നുമല്ല ഒരു എക്സാമിനറിന് വേണ്ട. പിന്നെ ഒരു എക്സാമിനറുടെ മനസ്സിൽ എന്തായിരിക്കും? അദ്ദേഹം നോക്കുന്നത് നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് സ്ട്രക്ചേർഡ് ആണോ, നിങ്ങൾ തിയറി ഫ്രെയിം ചെയ്തിരിക്കുന്നത് മികച്ച രീതിയിലാണോ,
നിങ്ങളുടെ ഉത്തരത്തിന് എത്രത്തോളം കോണ്ടംപററി റെലവൻസ് ഉണ്ട്, നിങ്ങളുടെ തോട്ട്സിന് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, എത്രത്തോളം പ്രിസൈസ് ആയിട്ട് നിങ്ങൾ അത് അവതരിപ്പിച്ചിട്ടുണ്ട്, അതോടൊപ്പം നിങ്ങളുടെ അക്കാഡമിക് കോൺഫിഡൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു PSC എക്സാമിനുള്ള മനസ്സിൽ. ഇത് ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയുന്നത് നിങ്ങളുടെ ഓർമ്മശക്തി പരിശോധിക്കുന്ന ഒരു എക്സാം അല്ല, ഇത് നിങ്ങളെ തീർത്തും ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കുക. സോ ദിസ് ഇസ് ദ ഗോൾഡൻ റൂൾ. PSC ഇസ് എ പ്രസന്റേഷൻ എക്സാം. മനസ്സിലാക്കുക, PSC എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരങ്ങൾ എത്രത്തോളം മികച്ച രീതിയിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നു അതിന് മാർക്ക് ലഭിക്കുന്ന പരീക്ഷയാണ് PSC. സെയിം നോളജ് ഡിഫറെന്റ് റാങ്ക്സ്. ഞാൻ പറഞ്ഞാലോ, ഇപ്പൊ 1000 പേര് എഴുതും, 1000 പേരും നോളജബിൾ ആണ്, ഒരു സംശയമില്ല. 1000 പേരും നെറ്റ് ക്രാക്ക് ഇതൊക്കെ വരുന്നവരല്ലേ, നോളജബിൾ ആയിരിക്കും. പക്ഷേ ഒരേ നോളജ് ആയിട്ടും പലരും പല റാങ്കുകളിൽ എത്തുന്നു. അതിന്റെ കാരണം എന്താണ് കാര്യം? ബിക്കോസ് വൺ സ്റ്റുഡന്റ് റൈറ്റ്സ് നോട്ട്സ്. ഒരു വിദ്യാർത്ഥി എഴുതുന്നത് നോട്ടുകളാണെങ്കിൽ മറ്റൊരാ ആർഗ്യുമെന്റ്സ് കൺസ്ട്രക്ട് ചെയ്യണം വരുന്നത്. മനസ്സിലാക്കുക, ഫാക്റ്റുകളല്ല പലപ്പോഴും നിങ്ങൾ ഉത്തരങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്, നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. അത് സ്ട്രക്ചേർഡ് ആയിട്ട് തിയറിറ്റിക്കലി ഫ്രെയിം ചെയ്ത് അതാണ് അവതരിപ്പിക്കേണ്ടത്. അപ്പൊ മനസ്സിലായല്ലോ എന്തുകൊണ്ട് ഒരേ നോളജ് ഉള്ള ആൾക്കാർ 2 തട്ടിലാവുന്നു. കാരണം ഒരാൾ പഠിച്ച കാര്യങ്ങൾ നോട്ട്സ് എന്താണോ മനസ്സിലാക്കിയ നോട്ട്സ് അതുപോലെ ആ പേപ്പറിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ ഒരാൾ ആർഗ്യുമെന്റ്സ് ഫ്രെയിം ചെയ്ത് തിയറിറ്റിക്കലി കണക്ട് ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് അവതരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് 2 പേർ 2 തട്ടിലാവും. ഓക്കെ, ഇനി ദ 5 ലെയർ ആൻസർ സ്ട്രക്ചർ. റാങ്ക് ഹോൾഡറിന്റെ ഒരു റാങ്ക് ഹോൾഡർ ആൻസർ മോഡൽ ഇങ്ങനെയാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. അതായത് ആദ്യ 10ൽ വരുന്ന, അല്ലെങ്കിൽ 1025ൽ വരുന്ന, 1050ൽ വരുന്ന ആ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഉത്തരങ്ങളുടെ മോഡൽ ഇങ്ങനെയാണ്. അതൊരു 5 ലെയർ ആയിട്ട് തിരിക്കാം. ഇതിനകത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ, പറഞ്ഞുതരാം. ഷാർപ്പ് ഇൻട്രൊഡക്ഷൻ അറിയാലോ. ഇപ്പൊ നിങ്ങളുടെ എസ്സേ ഒക്കെ എഴുതുകയാണെങ്കിൽ ആ ഇൻട്രൊഡക്ഷൻ വളരെ മികച്ചതായിരിക്കണം. കോണ്ടെക്സ്റ്റ് തിയറി കൊണ്ട് അതിനകത്ത് പ്ലേസ് ചെയ്യണം. ഒരു ആർഗ്യുമെന്റ് നിങ്ങൾ ഫ്രെയിം ചെയ്യണം. അതിലൊരു കോണ്ടംപററി റെലവൻസിന്റെ ലിങ്ക് കൊണ്ടുവരണം. ഒരു അക്കാഡമിക് കൺക്ലൂഷൻ. ഇത്രയാണ് ഒരു റാങ്ക് ഹോൾഡറിന്റെ ആൻസർ മോഡൽ. ഇതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു. ആ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓതർ സെന്റേർഡ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം, കോണ്ടെക്സ്റ്റുവൽ സെന്റർ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം, തിമാറ്റിക് സെന്റേർഡ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അങ്ങനെ പല ഇൻട്രൊഡക്ഷൻ മോഡൽസ് തന്നെ പലതരം ഉണ്ട്. മനസ്സിലായി? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 5 ലെയർ ആയിട്ട് നമുക്കൊരു നല്ല മികച്ച ആൻസർ മോഡൽ ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു മാത്രം. ഇനി ദ ബിഗസ്റ്റ് സീക്രട്ട്. മോസ്റ്റ് ആസ്പിറൻസ് റൈറ്റ് നോട്ട്സ്, ടോപ്പേഴ്സ് റൈറ്റ് ഫ്രെയിം വർക്ക്സ്. ഇത് മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോ എഴുതാൻ പോകുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണല്ലോ. ഇപ്പോൾ എല്ലാ പാഠങ്ങളിൽ നിന്നും ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പഠിച്ച് പോകാൻ പറ്റൂ. ഇപ്പോ ഒന്ന് ആലോചിച്ചു, ഇപ്പോ വേസ്റ്റ് ലാൻഡിൽ നിന്ന് തന്നെ ഒരു 5, 6, 7 ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട് അല്ലെ. അതിന്റെ ഫെമിനിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ സാധ്യതയുണ്ട്, മിത്തോളജിക്കൽ റെഫറൻസ് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആസ് എ മോഡേണിസ്റ്റ് ക്രിട്ടിക് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു 6, 7 ചോദ്യം. ഇതിന്റെ എല്ലാത്തിന്റെ ഉത്തരങ്ങൾ ഫ്രെയിം ചെയ്ത് പഠിച്ചു കൊണ്ടുപോകാൻ പറ്റൂ? ഇല്ല. അത് നല്ല മെത്തേഡും അല്ല. അപ്പൊ മനസ്സിലാക്കുക, ടോപ്പേഴ്സ് ചെയ്യാറുള്ളത് അവർ ഫ്രെയിം വർക്കുകളാണ് ഉണ്ടാവുക. ദേ ക്രിയേറ്റ് ഫ്രെയിം വർക്ക്സ്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് മെമ്മറൈസിങ് ആൻസേഴ്സ്. ഇപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുക, ഉത്തരങ്ങൾ മെമ്മറൈസ് ചെയ്യാന്ന് പറയുന്നത് ക്ലോസ് ടു ഇമ്പോസിബിൾ. ഈ 140ഓളം വരുന്ന ടെക്സ്റ്റുകളുടെ ഇത്രയും കാര്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുമോ? മനുഷ്യന്മാരെ കൊണ്ട് എന്തായാലും പറ്റത്തില്ല. അപ്പൊ മാത്രമല്ല, അതൊരു സ്മാർട്ട് മെത്തഡോളജിയും അല്ല. നമ്മൾ പകരം മെമ്മറൈസ് ചെയ്യേണ്ട എന്താണ്? സ്ട്രക്ചേഴ്സ്, തിയറീസ്, ഓപ്പണിംഗ് മോഡൽസ്, കൺക്ലൂഷൻ സ്റ്റൈൽ ആൻഡ് ഇന്റർഡിസിപ്ലിനറി ലിങ്ക്സ്. ഇതാണ് നിങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ടത്. അല്ല ഉത്തരങ്ങൾ മെമ്മറൈസ് ചെയ്യരുത്, ഒരു ഫ്രെയിം വർക്ക് മെമ്മറൈസ് ചെയ്യുക. ഓഫ് കോഴ്സ് മെമ്മറൈസ് ചെയ്യണം, അത് ഉത്തരങ്ങളല്ല. വേസ്റ്റ് ലാൻഡിൽ ഒരു 5, 6 ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ ഉണ്ടാക്കി, ഒരു ഉത്തരം പഠിക്കുന്നു, രണ്ടാമത്തെ ഉത്തരം പഠിക്കുന്നു, മൂന്നാമത്തെ. അങ്ങനല്ല പഠിക്കണം. അത് പഠിക്കാനും നിങ്ങൾക്ക് പറ്റത്തില്ല. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ വേസ്റ്റ് ലാൻഡും പിന്നെ ഒരു കവിതയും കൂടെ പഠിക്കുക, അതോടെ നിർത്തും. പകരം നിങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ടത് ഫ്രെയിം വർക്കുകളാണ്. സ്ട്രക്ചേഴ്സ്, തിയറീസ്, ഇന്റർഡിസിപ്ലിനറി ലിങ്ക്സ്, കൺക്ലൂഷൻ സ്റ്റൈൽ, ഓപ്പണിംഗ് മോഡൽസ്. ഈ ഫ്രെയിം വർക്ക് മെമ്മറൈസ് ചെയ്യണം. ഫ്രെയിം വർക്ക്, വൺസ് ദ ഫ്രെയിം വർക്ക്, നമുക്ക് ആ ഫ്രെയിം വർക്ക് മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോന്ന് കൊണ്ട് അതിനകത്ത് പ്ലേസ് ചെയ്താൽ മതി. ദാറ്റ് മേക്സ് ദ ജോബ് ഈസി. ഓക്കെ, സോ ദ പ്രോബ്ലം വിത്ത് റാൻഡം കോച്ചിങ്. ഇനി നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ട് പോകുന്നു, നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നു, നിങ്ങളൊരു സഹായത്തിനായിട്ടൊരു കോച്ചിങ്ങിന് പോകുന്നു. അപ്പൊ ഒരു റാൻഡം കോച്ചിങ്ങിന്റെ ഒക്കെ പ്രശ്നം എന്താണ്? പലപ്പോഴും മോസ്റ്റ് പ്ലാറ്റ്ഫോംസ് ടീച്ച് അക്കാഡമിക്കലി, ഇഗ്നോർ ദ PSC സൈക്കോളജി. എല്ലാവരും ഒരുപാട് ക്ലാസ്സുകൾ, ഇപ്പൊ എല്ലാ ആൾക്കാരും ഇതിന്റെ ഒരു കോച്ചിങ് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ പരീക്ഷയുടെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്,
കാരണം അതിന്റെ ഒരുപാട് വിദ്യാർത്ഥികൾ കഴിഞ്ഞ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ഒരുപാട് സ്ഥലങ്ങളിൽ കോച്ചിങ്ങിന് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പലരും കാണാറുള്ള ഒരു ഫോർമുല എന്നാണ്, എല്ലാവരും അക്കാഡമിക്കലി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഇല്ല എന്നല്ല. മറ്റ് പ്ലാറ്റ്ഫോംസ് ഒന്നും പഠിപ്പിക്കില്ല എന്നല്ല ഇതിനർത്ഥം. ഓക്കെ, ടോക്കിംഗ് അബൌട്ട് ദ സ്ട്രാറ്റജി. They teach academically and they ignore the PSC psychology. ഇതാണ് പ്രശ്നം. ആ PSC psychology പലർക്കും ഇത് കിട്ടാറില്ല. They give excessive materials. നമ്മുടെ ഒരു വിചാരമുണ്ട്, മോർ മെറ്റീരിയൽസ് മോർ മാർക്സ് എന്ന്. നോ, അത് വെറുതെയാണ്. They lack revision systems. കൃത്യമായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ആരാണ് ഏറ്റവും സ്മാർട്ട് റിവിഷൻ നടത്തിയത് അവരാണ് റാങ്കിൽ മുമ്പിൽ വരുന്നത്. പക്ഷെ ഇതൊക്കെയാണ് പലപ്പോഴും എല്ലായിടത്തും ഇഗ്നോർ ചെയ്യപ്പെടാറുള്ളത്. ഒരു റാൻഡം കോച്ചിങ്ങിൽ ഇഗ്നോർ ചെയ്യപ്പെടാറുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ആൻഡ് ദാറ്റ്സ് വൈ തൗസൻഡ്സ് ഓഫ് റുപ്പീസ് കൊടുത്ത് പല ആൾക്കാരും പലയിടത്തും കോച്ചിങ്ങിന് പോകുമ്പോഴും റാങ്കിൽ വളരെ പിന്നിൽ വരാനുള്ള കാരണം ഇതാണ്. കാരണം PSC സൈക്കോളജി കിട്ടുന്നില്ല, ഒരുപാട് മെറ്റീരിയൽസ് ലഭിക്കുന്നു. മെറ്റീരിയൽസ് നിങ്ങൾ ആലോചിച്ചു, ഇന്നത്തെ ഈ AI കാലഘട്ടത്തിൽ മെറ്റീരിയൽസിന് എന്തെങ്കിലും പഞ്ഞുണ്ടോ? സോ ഒരിക്കലും വിചാരിക്കരുത് മോർ മെറ്റീരിയൽസ് മീൻസ് മോർ മാർക്സ്. സോ മോർ ക്ലാസ്സസ് ഡു നോട്ട് ഗ്യാരണ്ടി മോർ മാർക്സ്. അത് ആദ്യം മനസ്സിലാക്കുക. പല കുട്ടികളും പറയുന്നത് കേട്ടുണ്ട്, അവിടെ പോയാൽ 50 വീഡിയോ ഉണ്ട്, ഇവിടെ 20 വീഡിയോ ഉണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് കിട്ടുമെന്ന് അർത്ഥമില്ല. അത് മനസ്സിലാക്കുക. ഓക്കെ, സോ യു ഹാവ് ഓൾറെഡി കം ദിസ് ഫാർ. എന്തുകൊണ്ട്? എന്നിട്ടും ഇതിനി എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ആൾക്കാർ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നു. ഇല്ല, ഒരുപാട് ആൾ, ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരുടെ ആശയക്കുഴപ്പമുണ്ട്. കാരണം ഇന്നലെ കൂടിയും എന്റെ പഴയ വിദ്യാർത്ഥികൾ, എന്റെ ജൂനിയേഴ്സായി പഠിച്ച ആൾക്കാർ പലരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ക്ലാസ്സിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ ലാസ്റ്റ് ഒരു ചോദ്യമാണ്, ഇത് പ്രിപ്പയർ ചെയ്യണോ വേണോ വേണ്ട, ഈ ഒരു കൺഫ്യൂഷൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അവരോട് ഞാൻ പറയണം, യു ഹാവ് ഓൾറെഡി കം ദിസ് ഫാർ. നിങ്ങൾ ഇത്രയും ദൂരം വന്നു, അതായത് നിങ്ങൾ എല്ലാവരും നെറ്റ് ക്ലിയർ ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ PG നല്ലപോലെ കംപ്ലീറ്റ് ചെയ്തു, നല്ല പഠിച്ചു മാറും. പിന്നെ നിങ്ങൾ കുട്ടികളെ പലരും ഇപ്പോഴും പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, പല പല കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്ന ലെക്ചറേഴ്സ്, ഗസ്റ്റ് ഫാക്കൽറ്റിയുടെ വർക്ക് ചെയ്യുന്ന, കോൺട്രാക്ച്വൽ ബേസിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ്. മാത്രമല്ല എല്ലാവർക്കും ഒരു അക്കാഡമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്വപ്നം എല്ലാവർക്കും ഇല്ലേ? ഉണ്ട്. അപ്പൊ ഇത്രയും ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഒരു പടിയും കൂടെ എടുത്ത് മുന്നോട്ട് വെച്ചുകൂടാ? ഡു നോട്ട് ലെറ്റ് ലാക്ക് ഓഫ് ഡിറക്ഷൻ വേസ്റ്റ് ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോ എന്താ പറയാ, PG കഴിയുന്നു, നിങ്ങളൊരു 22-23 വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾ PG കഴിയുന്നു. ഇപ്പോൾ 22 വയസ്സാകുമ്പോൾ നിങ്ങൾ PG കംപ്ലീറ്റ് ചെയ്തു. അതേ വർഷം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ 23ാമത്തെ വയസ്സിൽ നിങ്ങൾ നെറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പോഴും ഒരു 3-4 വർഷം, ഒരു 5 വർഷത്തെ ടീച്ചിങ് എന്ന് വിചാരിക്കുക, 5 years ഓഫ് ടീച്ചിങ് എന്നും കൂടെ നിങ്ങൾ വിചാരിച്ചു നോക്കി. അപ്പൊ ഏകദേശം നിങ്ങൾ എത്ര കൊല്ലം പഠിക്കാനെടുത്തു? 2 വർഷം PGക്ക് എടുത്തു, 1 വർഷം നെറ്റിനെടുത്തു, ഒരു 5 വർഷമായിട്ട് പഠിപ്പിക്കുന്നു. അപ്പൊ ഒരു 7 വർഷത്തോളം നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? 5 വർഷം എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞാണ്, കാരണം അതിൽ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്ക് തന്നെ പേഴ്സണലി അറിയാം. സോ ഇത്രയും ദൂരം നിങ്ങൾ വന്നില്ലേ? ഇത്രയും വർഷം നിങ്ങൾ കഷ്ടപ്പെട്ടില്ലേ? നെറ്റ് എഴുതിയെടുക്കാൻ എന്തോളം നിങ്ങൾ കഷ്ടപ്പെട്ടു. PG ഒക്കെ എന്തോരം എന്താ പറയാ, ഒരുപാട് സമയം ചെലവഴിച്ച് രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ച് നിങ്ങൾ ഇത്രയും ദൂരം വന്നു. അപ്പോൾ ഇത്രയും കാലത്ത് നിങ്ങളുടെ ഹാർഡ് വർക്ക് ഒരിക്കലും വേസ്റ്റ് ആയി പോവാൻ നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പൊ ഒരിക്കലും ലാക്ക് ഓഫ് ഡിറക്ഷൻ, ഒരു നല്ല ദിശാബോധമില്ല, നല്ലൊരു എന്താ പറയുക, ആ ഒരു ദിശാബോധമില്ല എന്ന് കരുതി നിങ്ങളുടെ വർഷങ്ങളുടെ ഹാർഡ് വർക്ക് ഇവിടെ വേസ്റ്റ് ആക്കുക. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. കാരണം കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഇനി നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയാം, പൾപിറ്റിന്റെ കോഴ്സിനെ കുറിച്ച് പറയാം. ഇപ്പൊ ഞാനിപ്പോ കോഴ്സിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും, കാരണം ഞാൻ ഇത്രയും കാലം പറയുമ്പോഴത്തേക്ക് എന്താണ് ഇവിടെ പൾപിറ്റിൽ എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാകണം, ഇല്ലേ? സോ കംപ്ലീറ്റ് സിലബസ് കവറേജ്, നിങ്ങളുടെ സിലബസ് എല്ലാം കൃത്യമായിട്ട് കവർ ചെയ്യുന്നു. ടോപ്പിക് വൈസ് സ്ട്രാറ്റജി, മോഡൽ എക്സാംസ്, PYQ ഡിസ്കഷൻ, റിവിഷൻ സ്കെഡ്യൂൾസ്, പേഴ്സണൽ മെന്ററിംഗ്, എക്സാം ഓറിയന്റഡ് നോട്ട്സ്. ഇത്രയാണ് നമ്മുടെ പ്രത്യേകത. വളരെ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? കാരണം ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് എവിടെ പോയാലും കിട്ടുന്നതാണ് അല്ലേ? ഞാൻ വീണ്ടും അത് പറയാണ്, ഇതൊന്നും അത്ര വളരെ ഫ്രഷ് ആയിട്ട് പറയുന്ന ഫീച്ചേഴ്സ് അല്ലല്ലോ. അപ്പൊ ഈ കുറെ ഫീച്ചേഴ്സ് എന്ന് കരുതി നിങ്ങൾ ആരും ഇവിടേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇതല്ല നമ്മുടെ ഫീച്ചേഴ്സ്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ, സിലബസ് കവറേജ്, ടോപ്പിക് വൈസ് സ്ട്രാറ്റജി, മോഡൽ എക്സാംസ്, PYQ, റിവിഷൻ സ്കെഡ്യൂൾ, ഇതെല്ലാം ആർക്കും ഓഫർ ചെയ്യാവുന്നതും എവിടെ പോയാലും ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതുമാണ്. അപ്പൊ നിങ്ങൾ ഒരാൾ 1 രൂപയെങ്കിൽ 1 രൂപ മുടക്കി പൾപിറ്റിൽ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 2 രൂപയുടെ മൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ള പ്രതീക്ഷ കൊണ്ടായിരിക്കും.
കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ HSCT എക്സാം ആയി പോലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇപ്പൊ എക്സാം ഹോളിലേക്ക് കടത്തി വിടുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ. അപ്പൊ ഇവിടെ നമ്മൾ മറ്റ് എന്താ പറയാ മറ്റ് പ്ലാറ്റ്ഫോംസ് കൊടുക്കുന്നതിനേക്കാൾ 10 ഇരട്ടി മൂല്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. അത് കേവലം ഇത്തരം സ്റ്റോക്ക് ഫീച്ചേഴ്സിൽ നിൽക്കുന്നതല്ല. അപ്പോൾ എന്താണ് പൾപിറ്റിനെ വ്യത്യസ്തപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്നുള്ളത് കേട്ടോ. സോ വൈ അവർ ട്രെയിനിങ് സിസ്റ്റം ഇസ് ഡിഫറെന്റ്? കാരണം വി ഡോണ്ട് റൺ എ കോച്ചിങ് സെന്റർ, വി റൺ എ റാങ്ക് കൺസ്ട്രക്ഷൻ സിസ്റ്റം. നിങ്ങളെ കൊണ്ട് റാങ്ക് മേടിപ്പിക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു റാൻഡം കോച്ചിങ്, ഞാൻ പറഞ്ഞല്ലോ റാൻഡം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് എ ലോട്ട് ഓഫ് സ്റ്റോക്ക് ഫീച്ചേഴ്സ്, അതല്ല. സിലബസ് കവറേജ്, മോഡൽ എക്സാം, ഇതൊക്കെ എല്ലായിടത്തും പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ്. പിന്നെ എന്താണ് നമ്മുടെ പ്രത്യേകത കേട്ടോ, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഒന്ന്, ദ ആൻസർ ആർക്കിടെക്ചറൽ ലാബ്. അപ്പൊ ഇത് വളരെ പ്രധാനമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഒരുപാട് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനുകളിൽ നിന്നാണ് ഇത്തരം പുതിയ പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നത്. അതിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആൻസർ ആർക്കിടെക്ചർ ലാബ്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് സിംപ്ലി ടീച്ചിങ് ടോപ്പിക്സ്, മാക്സ് ലൈക്നോ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നു, പാരഡൈസ് ലോസ് നിങ്ങളെ അങ്ങനെ കുറെ ടോപ്പിക്സ് നിങ്ങളെ പഠിപ്പിക്കുക എന്നതിലുപരി വി ആർ ടീച്ചിങ് യു ഹൗ ടു സ്ട്രക്ചർ ആൻസേഴ്സ്. എങ്ങനെയാണ് അതിന്റെ ഉത്തരങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അല്ലാതെ ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതല്ല. ആ ടോപ്പിക് മനസ്സിലാക്കി തരുന്നതിനോടൊപ്പം അതിന്റെ ഉത്തരങ്ങൾ എങ്ങനെ എഴുതണം, അതുമായി ബന്ധപ്പെട്ട ആർഗ്യുമെന്റ്സ് എങ്ങനെ ഫ്രെയിം ചെയ്യണം, ഇൻട്രൊഡക്ഷൻ എങ്ങനെ ബിൽഡ് ചെയ്യണം, അക്കാഡമിക്കലി എങ്ങനെ കൺക്ലൂഡ് ചെയ്യണം. സോ ഒരു ആൻസർ ആർക്കിടെക്ചർ ലാബാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ. അതായത് ഒരു ടോപ്പിക് നിങ്ങൾക്ക് കിട്ടുന്നതിനോടൊപ്പം ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ആർഗ്യുമെന്റ്സ് എങ്ങനെ വരണം, ആ ഓതറുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ എങ്ങനെ വരണം, ഇങ്ങനെ കംപ്ലീറ്റ് ഒരു പാക്കേജ് ആണ് അവിടെ വരുന്നത്. ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ ആ ടോപ്പിക്ക് കിട്ടുകൊണ്ട് എല്ലാം വരുന്നുണ്ട്. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ആൻസേഴ്സ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, ആർഗ്യുമെന്റ്സ് എങ്ങനെ ഫ്രെയിം ചെയ്യണം, ഏത് തിയറി ലിങ്ക് ചെയ്യണം, എങ്ങനെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ അത് കൺക്ലൂഡ് ചെയ്യണം, കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ദെൻ ദ എക്സാമിനർ സൈക്കോളജി മെത്തേഡ്, ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സാമിനർ സൈക്കോളജി മെത്തേഡ്. അതായത് ഇവിടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് വാട്ട് മേക്സ് ആൻസേഴ്സ് മെമ്മറബിൾ. നിങ്ങൾ എന്ത് എഴുതിയാൽ ഒരു ആ ചോദ്യത്തിന്റെ ആ നിങ്ങളുടെ പേപ്പറിന്റെ മൂല്യനിർണ്ണയം നടത്തുന്ന ആളുടെ മനസ്സിൽ എങ്ങനെ അത് സ്ട്രൈക്ക് ചെയ്യണം, സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് മികച്ചതാക്കാം, എങ്ങനെ ഹൗ ഇവാലുവേറ്റേഴ്സ് സ്കാൻ പേപ്പേഴ്സ്. ഒരു എക്സാമിനർ എന്തൊക്കെയാണ് ആ ഉത്തരത്തിൽ തിരയുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ പ്രസന്റേഷൻ, അതായത് ഒരേ അറിവ് 5 ആൾക്കാർ 5 രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ ഏറ്റവും മികച്ച പ്രസന്റേഷൻ എങ്ങനെയാണ് മാർക്ക് ഗ്യാരണ്ടി ചെയ്യുന്നത്, അതോടൊപ്പം എങ്ങനെയാണ് ഇന്റലക്ച്വൽ കീവേഡ്സ് ഇംപ്രഷൻ കൊണ്ടുവരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു മെത്തേഡിൽ വരുന്നത്, എക്സാമിനർ സൈക്കോളജി മെത്തേഡ്. മനസ്സിലാക്കുക, എക്സാമിനർ സൈക്കോളജി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉത്തരങ്ങൾ മെമ്മറബിൾ ആക്കാം, ആ കീവേഡ്സ് എങ്ങനെ ഏറ്റവും മികച്ച ഇതിൽ പ്രസന്റ് ചെയ്യാം, അങ്ങനെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അവരിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാം. ഇത്തരം കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതോടൊപ്പം ദ ഇന്റർ ഡിസിപ്ലിനറി റൈറ്റിംഗ് സിസ്റ്റം. മനസ്സിലാക്കേണ്ടത് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ടീച്ച് ഐസൊലേറ്റഡ് ലിറ്റററി ടോപ്പിക്സ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ടോപ്പിക്, ഇപ്പം ലോറ മൽവിയുടെ ഒരു തിയറി ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും, ആ ടോപ്പിക് കഴിയുന്നതോടെ കഴിഞ്ഞു. അങ്ങനെയല്ല, നമ്മളിവിടെ പഠിപ്പിക്കുന്നത് വി ടീച്ച് കണക്ഷൻസ് ബിറ്റ്വീൻ ലിറ്ററേച്ചർ, ഫിലിം സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, ദളിത് സ്റ്റഡീസ്, മീഡിയ സ്റ്റഡീസ്, കൾച്ചർ സ്റ്റഡീസ് ആൻഡ് കോണ്ടംപററി പൊളിറ്റിക്സ്. ഈ കാര്യങ്ങളെല്ലാം തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം, സാഹിത്യവും ഈ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ എങ്ങനെ നമുക്ക് കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ള കണക്ഷൻസ് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം, ഇതാണ് ഇവിടെ ട്രെയിൻ ചെയ്യുന്നത്. ഒരു ഉത്തരം നിങ്ങൾ എഴുതുമ്പോൾ, ഇപ്പൊ ലോറ മൽവിയെ കുറിച്ച് നിങ്ങളൊരു ഉത്തരം എഴുതുമ്പോൾ, ഉത്തരം എഴുതാനൊന്നും വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ ആ ഉത്തരത്തിനകത്ത് അവിടെ നമുക്ക് ഈ പറയുന്ന പോലെ ഫിലിം സ്റ്റഡീസുമായി നമുക്ക് അവിടെ എന്ത് പുതിയ പോയിന്റ് കൊണ്ടുവരാം, മീഡിയ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട എന്ത് പെർസ്പെക്റ്റീവ് കൊണ്ടുവരാം, കൾച്ചർ സ്റ്റഡീസിനകത്ത് എന്തൊരു ഫ്രെയിംവർക്ക് കൊണ്ട്, ഇത്തരം കാര്യങ്ങളുടെ കണക്ഷൻ എങ്ങനെ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ the rank writing blueprint. So we give students 20 model introduction types. Okay, അതുപോലെ തന്നെ കൺക്ലൂഷൻ ടെംപ്ലേറ്റ്സ്, തിയറി ഇൻസേർഷൻ ടെക്നിക്സ്, ക്രിട്ടിക് ഇന്റഗ്രേഷൻ മെത്തേഡ്സ്, ആൻസർ ഫ്ലോ സ്ട്രക്ചേഴ്സ്, റാങ്ക് റൈറ്റിംഗ് ബ്ലൂ പ്രിന്റ്. നിങ്ങളൊരു ഉത്തരം എഴുതാൻ നിങ്ങളെ പഠിപ്പിക്കുകയല്ല, ആ ഉത്തരം എന്ന് പറയുന്നത് റാങ്ക് നേടുന്ന ഉത്തരമായിരിക്കണം. സോ അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് തരും ഞങ്ങൾ ഇവിടുന്ന്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ സൈസ് 20ഓളം വരുന്ന, അതായത് ഒരു കാര്യം തന്നെ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ എങ്ങനെ നമുക്ക് ആ ഇൻട്രൊഡക്ഷൻ പലതരം. ഇപ്പം ഇൻട്രൊഡക്ഷൻ നമുക്ക് ഈ പറഞ്ഞ ഓതർ സെന്റേർഡ് ആക്കാം, തിമാറ്റിക് ആക്കാം, കോണ്ടെക്സ്റ്റുവൽ ആക്കാം,
ഇങ്ങനെ കണ്ടില്ലേ, ഇൻട്രൊഡക്ഷൻ തന്നെ നമുക്ക് പല രീതിയിൽ കൊണ്ടുവരാം, അതിന്റെ ഏജ് വൈസ് കൊണ്ടുവരാം. അപ്പോ പലതരം ഇൻട്രൊഡക്ഷൻ സ്റ്റൈൽസ്, വ്യത്യസ്തമായ രീതിയിലുള്ള കൺക്ലൂഷൻ ടെംപ്ലേറ്റ്സ്, പിന്നെ നിങ്ങളുടെ ബോഡി പാരഗ്രാഫിൽ എങ്ങനെ തിയറി ഇൻസേർട്ട് ചെയ്യാം, ഏതൊക്കെ തിയറികൾ ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ക്രിട്ടിക് ഇന്റഗ്രേഷൻ മെത്തേഡ്സ് ആൻഡ് ഓൾസോ ദ ആൻസർ ഫ്ലോ സ്ട്രക്ചേഴ്സ്. ഇത്രയും കാര്യങ്ങൾ വിജയിക്കുമ്പോഴാണ് കൃത്യമായ ഒരു റാങ്ക് റൈറ്റിംഗ് ബ്ലൂ പ്രിന്റ് ആവുന്നത്. ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നതാണ്. അതോടൊപ്പം ദ അക്കാഡമിക് വൊക്കാബുലറി ട്രെയിനിങ് ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ. നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ ഉത്തരങ്ങൾ എഴുതുമെന്ന് പറയുമ്പോഴും ഈ കീവേഡ്സ് മാറ്റർ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു എസ്സേയെ മാറ്റിമറിക്കുന്നത് എപ്പോഴും അതിലെ കീവേഡ്സ് ആണ്. വി ടീച്ച് സ്റ്റുഡൻസ് ഇൻ സ്കോളർലി വൊക്കാബുലറി, അതായത് ഡിസ്കസ്, പ്രസന്റ്, ഇതുപോലുള്ള വാക്കുകൾക്ക് പകരം നമുക്ക് എന്തുപയോഗിക്കാം? അപ്പോ സ്കോളർലി വൊക്കാബുലറി, തിയറിറ്റിക്കൽ ഫ്രേസിംഗ്, അക്കാഡമിക് ടോൺ, കോൺസെപ്ച്വൽ എക്സ്പ്രഷൻസ്, ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ഗംഭീര ട്രെയിനിങ് ഇവിടുന്ന് ലഭിക്കും. ഇപ്പൊ നമ്മുടെ ആപ്പിൽ തന്നെ എന്റെ തന്നെ ഒരുപാട് ലൈവ് ക്ലാസ്സുകളുണ്ട്. ഓരോ ചാപ്റ്ററിനും എങ്ങനെ നിങ്ങൾക്ക്, അതായത് ഇപ്പോ മിൽട്ടനുമായി ബന്ധപ്പെട്ട കീവേഡ്സ് അല്ലല്ലോ നമുക്ക് പോപ്പിൽ ഉപയോഗിക്കേണ്ടത്, പോപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ചാപ്റ്ററിൽ ഉപയോഗിക്കേണ്ട കീവേഡ്സ് അല്ലല്ലോ ജെയിംസ് ജോയ്സിൽ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഓരോരുത്തരിലും വ്യത്യസ്തമായ രീതിയാണ്. ഫിക്ഷന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റേ അല്ല നമ്മൾ പോയട്രിക്ക് കൊടുക്കേണ്ടത്, അത് മനസ്സിലാക്കുക. ഇപ്പൊ സാധാരണ നമ്മൾ ചെയ്യാറുള്ളതാണ് ഒരു ടെംപ്ലേറ്റ് അങ്ങ് പഠിക്കുക, എന്നിട്ട് ആ ടെംപ്ലേറ്റിൽ തന്നെ ഫിക്ഷനുമായി ബന്ധപ്പെട്ടതും പോയട്രിയുമായി ബന്ധപ്പെട്ടതും ഡ്രാമയുമായി ബന്ധപ്പെട്ടതും എല്ലാം നമ്മൾ അതിനകത്തോട്ട് കയറും. അങ്ങനല്ല, ഇവിടെ കൃത്യമായ ഒരു അക്കാഡമിക് വൊക്കാബുലറി ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ദെൻ ദ കോൺസെപ്റ്റ് മെമ്മറി സിസ്റ്റം, അതായത് ഇൻസ്റ്റഡ് ഓഫ് മഗ്ഗിങ് കുറേ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്ന് നിങ്ങളോടത് മഗ്ഗപ്പ് ചെയ്യാൻ പറയുന്നതിന് പകരം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് കോൺസെപ്റ്റ് മാപ്സ്, തിയറി ക്ലസ്റ്റേഴ്സ്, ക്രിട്ടിക് ചെയിൻസ്, കമ്പാരിറ്റീവ് ഫ്രെയിംവർക്സ് ആൻഡ് നിമോണിക് അക്കാഡമിക് ട്രിഗേഴ്സ്. ഇത്രയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. എപ്പോഴും മനസ്സിലാക്കുക, ഒരു ചാപ്റ്ററിൽ ഈ പറയുന്ന പോലെ തിയറി ക്ലസ്റ്റേഴ്സ്, കോൺസെപ്റ്റ് ക്ലസ്റ്റേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഉത്തരങ്ങളെല്ലാം ഒന്നും പഠിച്ചിട്ട് പോകാൻ പറ്റത്തില്ല, പക്ഷെ ആ ക്ലസ്റ്റർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ പെടുന്നു എന്ന് പറയും. അപ്പൊ മനസ്സിലാക്കുക, ഈ കോൺസെപ്റ്റ് മെമ്മറി സിസ്റ്റം ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറാണ് നിങ്ങളുടെ ഈ ട്രെയിനിങ്ങിൽ. ഓക്കെ, ദെൻ ദ ലൈവ് ആൻസർ ഡിസെക്ഷൻ സെഷൻ, അതായത് ലൈവ് ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ എപ്പോഴും ടോപ്പർ ആൻസേഴ്സ്, ഏറ്റവും മികച്ച ആൻസേഴ്സ്, വീക്ക് ആൻസേഴ്സ് ഏതാണ്. ഇപ്പൊ എന്റെ തന്നെ ക്ലാസ്സുകളിൽ നിങ്ങൾ ആപ്പിലെ ലൈവ് ക്ലാസ്സുകളിൽ കാണാം, ഒരു ചോദ്യം തന്നിട്ട് വീക്ക് ഏതാണ്, വീക്ക് ആൻസർ ഏതാണ്, സ്ട്രോങ് ആൻസർ ഏതാണ്, അത് ഇനിയും സ്ട്രോങ്ങർ ആക്കാൻ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചോദ്യം ഞാൻ കൊടുക്കും, എന്നിട്ട് ഇതൊരു ആൻസർ ആണ്, പക്ഷെ ഇതൊരു വീക്ക് ആൻസർ ആണ്, ഇത് എന്തുകൊണ്ട് വീക്കാണ്, ഇതൊരു സ്ട്രോങ് ആണ്, ഇത് എന്തുകൊണ്ട് സ്ട്രോങ് ആണ്, ഇതൊക്കെ വ്യക്തമായിട്ട് അത് എന്താ പറയാ, അത് കാണിച്ചു തരുന്ന രീതിയിലുള്ള ലൈവ് ഡൈസെക്ഷൻ ആണ് അത് നടക്കുന്നത്. ദെൻ AI ജനറേറ്റഡ് ആൻസേഴ്സ്, അതോടൊപ്പം എക്സാമിനർ എക്സ്പെക്ടേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ലൈവ് ആൻസർ ഡൈസെക്ഷൻ സെക്ഷനിൽ നടക്കുന്നത്. ഓക്കെ, ദെൻ ദ 2000 ആൻസർ മിഷൻ, മറ്റൊരു പ്ലാറ്റ്ഫോം പോലെയല്ല. ഇവിടെ ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി കോഴ്സ് തീരുന്നവരെ 2000-ഓളം വരുന്ന ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് എഴുതി പഠിക്കുന്നു. നിങ്ങളെ 2000-ഓളം വരുന്ന ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ഞങ്ങൾ എഴുതിപ്പിക്കുന്നു. എഴുതിച്ചതിന് ശേഷം ഇൻഡിവിജ്വലി അത് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. അതായത് ബിക്കോസ് എന്തുകൊണ്ട് ഈ 2000 ആൻസർ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്നു? കാരണം നിങ്ങൾക്കറിയാം റൈറ്റിംഗ് ഒരു സ്കില്ലാണ് ആൻഡ് ദ സ്ട്രക്ചർ ഇംപ്രൂവ്സ് ത്രൂ റെപ്പറ്റീഷൻ. നിങ്ങൾ എഴുതിയാണ് നിങ്ങൾ ആ സ്ട്രക്ചറിലേക്ക് വരുന്നത്. അക്കാഡമിക് കോൺഫിഡൻസ് ഡെവലപ്സ് ത്രൂ പ്രാക്ടീസ്. അറിയാലോ, അപ്പൊ പ്രാക്ടീസ് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പെർഫെക്ഷൻ ഉണ്ടാവുന്നത്. അതുപോലെ സ്പീഡ് ആൻഡ് ക്ലാരിറ്റി കം ത്രൂ കണ്ടിന്യൂസ് റൈറ്റിംഗ്. ഈ എഴുത്തിലൂടെ മാത്രമേ സ്പീഡ് വരുത്തുള്ളൂ. ക്ലാരിറ്റി വന്നു ചേരണമെങ്കിൽ നിങ്ങൾ നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കണം. ഓക്കെ, അടുത്തത് ഇൻഡിവിജ്വൽ ആൻസർ മെന്ററിംഗ്. പറഞ്ഞത് ഇപ്പൊ 2000-ഓളം വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് എഴുതി പരിശീലിപ്പിക്കും. നിങ്ങൾ എഴുതിയതിനു ശേഷം ഞങ്ങളുടെ മെന്റർ കൃത്യമായിട്ട് ആൻസേഴ്സ് ചെക്ക് ചെയ്യല്ല, ഗ്രാമർ ചെക്ക് ചെയ്യും, സെന്റൻസ് സ്ട്രക്ചറിന്റെ കുഴപ്പം എന്താണെന്ന് പറയും, അക്കാഡമിക് വൊക്കാബുലറിക്കകത്ത് വന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കും, ഇൻട്രൊഡക്ഷൻ ക്വാളിറ്റിയെ വിലയിരുത്തും, കൺക്ലൂഷൻ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും, തിയറട്ടിക്കൽ ഫ്രെയിമിംഗ് എങ്ങനെ വേണമെന്ന് പറയും, പ്രസന്റേഷൻ സ്റ്റൈൽ, ആർഗ്യുമെന്റ് ക്ലാരിറ്റി, ക്രിട്ടിക്കൽ ഡെപ്ത്, ഇത്രയും കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ആണ്. ഈ ചെക്ക് ലിസ്റ്റ് അനുസരിച്ചാണ് നിങ്ങളുടെ ഉത്തരങ്ങളുടെ കറക്ഷൻ നടക്കുന്നത്. അല്ലാതെ നിങ്ങളൊരു 100 വാക്കിന്റെ ഒരു എസ്സേ എഴുതി തരുന്നു, ഇതിന് ഇത്ര മാർക്ക്, അങ്ങനല്ല. അതിനകത്ത് ഓരോ വരിയും വായിച്ചു നോക്കി, അത് ഹ്യൂമൻലി എന്താ പറയാ, ഭയങ്കര ഫിസിക്കാലിറ്റി ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. മനസ്സിലായില്ലേ?
പക്ഷെ നിങ്ങൾക്ക് അത്രയും ഗുണകരമാണ്. നിങ്ങളുടെ 2000 ചോദ്യങ്ങൾ നിങ്ങളത് എഴുതി പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്ത് ഇൻഡിവിജ്വലി ചെക്ക് ചെയ്താണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മനസ്സിലായി? അപ്പൊ എവിടെ എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ലൈവ് റൈറ്റിംഗ് ലാബ്സ്, ലൈവ് സെഷൻ ഫോർ എവരി ജോൺ. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ബിക്കോസ് എ പൊയട്രി ആൻസർ കനോട്ട് ബി റിട്ടൺ ലൈക്ക് എ പ്രോസ് ആൻസർ. ഇപ്പൊ ലൈവ് സെഷൻസിൽ ഇപ്പോ ആപ്പിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ പാരഡൈസ് ലോസ്റ്റിന് ലൈവ് ക്ലാസ് എന്റെ വകയുണ്ട്, ഷേക്സ്പിയർ ആൻഡ് എക്സോസിന് ലൈവ് ക്ലാസ് എന്റെ വകയുണ്ട്. അതിലെല്ലാത്തിനും ഇൻട്രൊഡക്ഷൻ എങ്ങനെ എഴുതണം, കൺക്ലൂഷൻ എങ്ങനെ എഴുതണം എന്നുള്ള മെത്തേഡ്സ് തന്നെ ഡിഫറെന്റ് ആണ്. കാരണം ഒരു പൊയട്രിയുടെ ഉത്തരം പ്രോസ് ആൻസർ പോലെയല്ല, തിയറിയുടെ ഉത്തരം കൾച്ചർ സ്റ്റഡീസിന്റെ ആൻസർ പോലെയല്ല, ഡ്രാമയുടെ ഉത്തരം ഫിക്ഷൻ പോലെയല്ല. ഓരോ ജോണറിനും ഓരോ രീതിയിലുള്ള അപ്രോച്ച് വേണം. അതെങ്ങനെയെന്നുള്ളതിന് വ്യക്തമായ ഒരു ട്രെയിനിങ് ഇവിടുന്ന് ലഭിക്കും. ഓക്കെ, സോ വി ട്രെയിൻ സ്റ്റുഡൻസ് സെപ്പറേറ്റ്ലി. മനസ്സിലായല്ലോ? പൊയട്രി ആൻസർ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, ഫിക്ഷൻ ആൻസർ എങ്ങനെ നടത്തണം, ഡ്രാമ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം, ലിറ്റററി തിയറി എങ്ങനെ ഫ്രെയിം ചെയ്യണം, കൾച്ചർ സ്റ്റഡീസ് റൈറ്റിംഗ് എങ്ങനെയാണ്, കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ അപ്രോച്ച് എങ്ങനെയാണ്. അപ്പൊ ഓരോന്നിനും സെപ്പറേറ്റ് ട്രെയിനിങ് ആണ്. നിങ്ങളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, പാരഡൈസ് ലോസ്റ്റിന്റെ ടെംപ്ലേറ്റ് ഇതൊക്കെയാണ്. അങ്ങനെയല്ല, മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്, പക്ഷേ മിൽട്ടന്റെ ലിസറസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. എലിയട്ടിന്റെ വേസ്റ്റ് ലാൻഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം. അതേ എലിയട്ടിന്റെ ട്രഡീഷണൽ ഇൻഡിവിജ്വൽ ടാലന്റിന്റെ ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ ഈ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യണം. അങ്ങനെ ഓരോന്നിനും വ്യത്യസ്തമായ രീതിയുണ്ട്, വ്യത്യസ്തമായ അപ്രോച്ച് ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് ഇതിലെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ദ റിയൽ ഡിഫറൻസ്, ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. യഥാർത്ഥ ഡിഫറൻസ് എന്ന് പറയുന്നത്, എല്ലായിടത്തും കണ്ടന്റ് മാത്രം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് റൈറ്റിംഗ് സ്റ്റാമിനയാണ് ഞാൻ കണ്ടത്. നിങ്ങൾ 2000-ഓളം ചോദ്യങ്ങൾ എഴുതുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആദ്യത്തെ ചോദ്യോത്തരം എഴുതി പഠിക്കുമ്പോൾ ആ നിലവാരത്തിലുള്ള നിങ്ങളല്ല 1000 ചോദ്യം കഴിയുമ്പോഴത്തേക്ക്. മനസ്സിലാക്കുക, റൈറ്റിംഗ് സ്റ്റാമിന, അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ഫ്രെയിമിംഗ്, അക്കാഡമിക് എക്സ്പ്രഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, ആൻസർ പ്രസന്റേഷൻ, എക്സാം ടെമ്പറമെന്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ട്രെയിൻ ചെയ്യപ്പെടുന്നത്. നോട്ട് ജസ്റ്റ് കണ്ടന്റ്. കുറെ വീഡിയോ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും തന്ന് നിങ്ങൾ ആ ക്ലാസ് കണ്ട് പഠിച്ചോട്ടെ എന്നുള്ള ധാരണയല്ല ഇവിടെ. ഓക്കെ, സോ എ സ്റ്റുഡന്റ് ബിക്കംസ് റാങ്ക് റെഡി ഓൺലി വെൻ. അത് മനസ്സിലാക്കുക. നിങ്ങളെന്ന വിദ്യാർത്ഥി, നിങ്ങൾ ആ പരീക്ഷയ്ക്ക് ഹാളിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾ റാങ്ക് റെഡി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരിക്കണം. നിങ്ങളുടെ നോളജും നിങ്ങളുടെ റൈറ്റിങ്ങും അതിനകത്ത് സ്ട്രക്ചർ, ലാംഗ്വേജ്, പ്രസന്റേഷൻ, ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഉത്തരങ്ങൾ റാങ്ക് റെഡി ആവൂ. മനസ്സിലാക്കുക. സോ യു കനോട്ട് ബിക്കം എ സ്ട്രോങ് റൈറ്റർ ബൈ വാച്ചിങ് ക്ലാസ്സസ് അലോൺ. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു 100 ക്ലാസ് ലഭിക്കും എന്ന് കരുതി നിങ്ങൾക്ക് റാങ്ക് കിട്ടുമെന്നല്ല അർത്ഥം. നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് റാങ്ക് ലഭിക്കില്ല. ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ആർ കോൺകേർഡ് ത്രൂ റൈറ്റിംഗ് ഡിസിപ്ലിൻ. നിങ്ങൾ എത്രത്തോളം എഴുതുന്നു, നിങ്ങൾ എത്രത്തോളം ഞങ്ങൾ എഴുതാൻ പ്രേരിപ്പിക്കുന്നു, എഴുതി നിങ്ങൾ എത്രത്തോളം തെളിയുന്നു, അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലഭിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കുക. സോ നമ്മളുടെ എയിം, പൾപ്പിന്റെ എയിം എന്ന് പറയുന്നത് തന്നെ, നിങ്ങൾ എല്ലാവരും തിങ്ക് ലൈക്ക് സ്കോളേഴ്സ്. നിങ്ങൾ എല്ലാവരും സ്കോളേഴ്സിനെ പോലെ തന്നെ ചിന്തിക്കണം, അക്കാഡമിഷ്യൻസിനെ പോലെ തന്നെ എഴുതണം, റാങ്ക് ഹോൾഡേഴ്സിനെ പോലെ തന്നെ നിങ്ങൾ ലാസ്റ്റ് പെർഫോം ചെയ്യണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബാച്ച് 4 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസ് ആർ ഗോയിങ് ഓൺ. സോ അഡ്മിഷൻസിന് മാത്രമല്ല, ഈ ഒരു അടുത്ത 2 ദിവസം ബക്രീദിന്റെ ഓഫർ, നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ ഇപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ, കോഴ്സ് പർച്ചേസ് ചെയ്യാനും കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മാത്രമല്ല, ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, ഇപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷനിൽ നിങ്ങൾക്ക് ക്ലാസ് വേണം, അതിന്റെ ഡീറ്റെയിൽസ് അറിയണം എന്നൊക്കെ, നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വീഡിയോസിന് താഴെ കമന്റുകളായിട്ട് അത് സൂചിപ്പിക്കാം. അതിനെല്ലാം തന്നെ ഞങ്ങൾ വീഡിയോയിലൂടെയൊക്കെ ആയിട്ട് മറുപടി തരുന്നതായിരിക്കും. സോ ഇത്തരം വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം അടുത്ത വർഷം ഷുവറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനിപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കൃത്യമായ ഡയറക്ഷനോട് കൂടി, കൃത്യമായ ഗൈഡൻസോട് കൂടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, വിജയം ഉറപ്പുവരുത്തുക പൾപ്പിറ്റിനൊപ്പം. സോ ഇനി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.